മൂന്നാമത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടം. സർവോപരി 14 മഞ്ഞക്കുപ്പായക്കാരുടെ പോരാട്ടത്തിലേക്ക് കളിക്കളം ചെന്നെത്തുന്നു. ഒരു വശത്ത് ടീം വടക്കന്റെ കാട് വേലിക്കാട് വസ്തുഹാര ബിൽഡേഴ്സ് കേരളശ്ശേരിയുടെ നാമധേയത്തിൽ എത്തിച്ചേർന്നവർ വടക്കന്റെ കാട് വേലിക്കാട് ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപുറത്ത് യുവതാര തോണിപ്പാടം ആലത്തൂർ ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം. ഡിവൈഎഫ്ഐ കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കപ്പെട്ട 16ാമത് പാലക്കാട് ജില്ലാ വടംവലി ചാമ്പ്യൻഷിപ്പിൽ 32 ടീമുകൾ മാറ്റുരച്ച മത്സര തട്ടകത്തില് സെമി ഫൈനൽ സോപാനങ്ങളിലേക്ക് ആര് നടന്നു കയറുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ടുള്ള മൂന്നാമത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടം. ഒരു വശത്ത് വസ്തുഹാര ബിൽഡേഴ്സിന്റെ കൈപിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ വടക്കന്റെ കാട് വേലിക്കാട് ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപുറത്ത് യുവതാര തോണിപ്പാട് ചങ്കൂറ്റത്തിന്റെ ഊക്കും ചോരത്തിളപ്പിന്റെ പേരും സങ്കുറപ്പിന്റെ ഇടപ്പും നെഞ്ചൂക്കിന്റെ മണവുമായി ഉടലിലെ ഉയരിൽ തിരിച്ചറിയുന്ന ആവേശവുമായി എത്തിച്ചേർന്ന 14 കളിക്കൂട്ടുകാരുടെ പോരാട്ടം. ഒരു വശത്ത് വടക്കന്റെ കാട് വേലിക്കാട് വസ്തുഹാര ബിൽഡേഴ്സ് കേരളശ്ശേരിയുടെ നാമധേയത്തിൽ എത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപുറത്ത് യുവതാര തോണിപ്പാടം ആലത്തൂരിന്റെ ചാമ്പ്യൻ പരിവേഷവുമായി ഇന്നിന്റെ പടർക്കളം വെട്ടിപ്പിടിക്കാൻ എത്തിച്ചേർന്ന ശംസവും കൂട്ടാളികളും എതിരിടാൻ വരുന്ന എതിരാളികളുടെ നെഞ്ചിൽ താളം വെക്കാതെ തായം കളിക്കാൻ തീയിൽ തീർത്ത ചാവേർപടയുമായി എത്തിച്ചേർന്ന 14 കാട്ടുകൊമ്പന്മാരുടെ പെരും പോരാട്ടത്തിലേക്ക് കേരളശ്ശേരിയുടെ പടർക്കളം സാക്ഷിയാകുന്നു. കാണികളൊന്ന് കയ്യടിയോടുകൂടി മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിലേക്ക് 14 കളിക്കൂട്ടുകാർ. ഒരു വശത്ത് ടീം വടക്കന്റെ കാട് വേലിക്കാട് വസ്തുഹാര ബിൽഡേഴ്സ് കേരളശ്ശേരിയുടെ നാമധേയത്തിൽ എത്തിച്ചേർന്നവർ ഒരു വശത്ത് പോരടിക്കുന്നുവെങ്കിൽ മറുപുറത്തേക്ക് യുവതാര തോണിപ്പാടം ആലത്തൂര് ഒന്ന് കൈയടിച്ച് അസൈനാർ കോൽപ്പാടത്തിന്റെയും ഷാഫി മുണ്ടക്കുന്നിന്റെയും വിസിൽനാദത്തിന് കാതോർക്കുന്ന 14 കളിക്കൂട്ടുകാരുടെ പെരും പോരാട്ടത്തിൽ അവസാന ആടിയിലെയും മത്സരം യുവതാര തോണിപ്പാടം തിരിച്ചെടുക്കുമ്പോ അത് നേടിയെടുത്ത ലീഡിനെ നിലനിർത്തിക്കൊണ്ട് വടക്കന്റെ കാട് വേലിക്കാട് അടുത്ത റൗണ്ടിലേക്ക് മത്സരം ആദ്യ സെറ്റ് കൈപിടിയിലെടുക്കുന്നു വസ്തുഹാര ബിൽഡേഴ്സ് കേരളശ്ശേരി. 14ാം സമ്മാനം അർഹമായ കൂപ്പൺ നമ്പർ 337 MKS കൺസെഷൻ കേരളശ്ശേരി സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ബോക്സിന് അർഹമായ നമ്പർ 337. ഈ മത്സരത്തിന് ശേഷം അടുത്ത സമ്മാന കൂപ്പൺ നറുക്കെടുക്കും. വെളിച്ചവിടെ നിക്ക് തിരക്കൂട്ടല്ലേ, വെളിച്ചവിടെ നിക്ക്, വെളിച്ച് നിക്കവിടെ, ബലം പിടിക്ക്, ഇറങ്ങിക്കോ, നോക്കണ്ട, പേടിക്കണ്ട, ഇറങ്ങിക്കോ, പ്രശ്നമില്ല, അതിൽ വലിക്ക്, അത് കേറിക്കോ, കേറി ചവിട്ടി. ഒരു വശത്ത് വടക്കന്റെ കാട് വേലിക്കാട് മറുപുറത്ത് യുവതാര തോണിപ്പാട്. ആദ്യ സെറ്റ് മത്സരം കൈപ്പിടിയിലൊതുക്കിയവർ വസ്തുഹാര ബിൽഡേഴ്സ് കേരളശ്ശേരിയുടെ നാമധേയത്തിൽ വടക്കന്റെ കാട് വേലിക്കാട് ഒരു വശത്ത് ഗോളടിക്കുന്നുവെങ്കിൽ മറുപുറത്ത് ആദ്യ സെറ്റ് മത്സരം പരാജയപ്പെട്ടുവെങ്കിലും രണ്ടാം സെറ്റിൽ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിലൂടെ മത്സരത്തെ ബെസ്റ്റ് ഓഫ് 3യിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ ആലത്തൂരിന്റെ പടർക്കളത്തിൽ നിന്ന് കേരളശ്ശേരിയുടെ കളിയന്റെ തട്ടിലേക്ക് വണ്ടി കയറിയവർ യുവതാര തോണിപ്പാടം ആലത്തൂർ ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടത്തിലേക്ക് 14 കളിക്കൂട്ടുകാർ. വെള്ളച്ചെകുത്താന്മാരുടെ തീത്തുപ്പുന്ന പടക്കോപ്പിന് മുമ്പിൽ നെഞ്ചുവിടർത്തി പോരാടിയ ടിപ്പുവിന്റെ കുതിരക്കുളം വഴികളുടെ നാദപ്പെരുമ വിളിച്ചേക്കുന്ന പാലക്കാടിന്റെ 14 കളിക്കൂട്ടുകാരുടെ പോരാട്ടം. ഒരു വശത്ത് വടക്കന്റെ കാട് വേലിക്കാടെങ്കിൽ മറുപുറത്ത് യുവതാര തോണിപ്പാടം വസ്തുഹാര ബിൽഡേഴ്സ് കേരളശ്ശേരിയുടെ നാമധേയം മുന്നോട്ട്, യുവതാര തോണിപ്പാടത്തിന്റെ കളിക്കൂട്ടുകാർ മുന്നോട്ട്. വിട്ടുകൊടുക്കാനോ പരാജയപ്പെട്ട് മടങ്ങിപ്പോകാനോ മനസ്സില്ലാത്തവരായിക്കൊണ്ട് 14 കളിക്കൂട്ടുകാർ. ഡിവൈഎഫ്ഐ കേരളശ്ശേരി മേഖല പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കപ്പെട്ട 16ാമത് ജില്ലാ ചാമ്പ്യൻഷിപ്പിന്റെ
മൂന്നാമത് ക്വാർട്ടർ ഫൈനൽ മത്സരം രണ്ടാം